ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും മഴത്തോരുന്ന മുമ്പേ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഗംഗാധരൻ കാര്യങ്ങളൊക്കെ അമ്മയോട് സംസാരിക്കുകയാണ്. അതായത് ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. വൈജയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നെന്നും അതിലൊരു പെൺകുട്ടി ജനിച്ചിരുന്നെന്നും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അമ്മ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. ഈശ്വര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തായാലും അവൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമല്ലോ. അപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുക. ഇനിയും വെറുതെ പ്രശ്നത്തിന് പോകരുത്, പ്രശ്നത്തിന് പോയാൽ അത് ആപത്താണ് അവൾക്ക്, അത് അമ്മ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാതെ ഇരിയേറ്റ് കൊടുക്കുകയല്ല വേണ്ടതെന്നൊക്കെ പറയുകയാണ്. ബാലചന്ദ്രൻ്റെ കയ്യിൽ അവളുടെ ജീവിതം തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അവളെ നശിപ്പിക്കാനുള്ളൊരു വലിയ ബോംബ് തന്നെ അയാളുടെ കയ്യിലുണ്ട്. പക്ഷേ അവൾ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ആ ബോംബ് പൊട്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം അഹങ്കാരമാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവളൊന്ന് താഴ്ന്ന സമാധാനത്തിലോട്ട് വരികയാണെങ്കിൽ ആ ബോംബ് നനഞ്ഞ് ഇല്ലാതായി പോകുമെന്നൊക്കെ ഗംഗാധരൻ ഒരു ഉപമ പോലെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മയ്ക്ക്. പൊന്നി അമ്മ വൈജയെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുകയാണ്. അത് ഞാൻ ചെയ്തോളാം മോനെ എന്ന് അമ്മയും പറയുകയാണ്. എന്നിട്ട് ഗംഗാധരൻ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രാജീവും ഗംഗേട്ടനും ശിവനും എല്ലാവരും കൂടി ചേർന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈജയുടെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈജ തന്നെയാണ് അവളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്, ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ ശിവൻ പറയുകയാണ്. അപ്പോൾ അതിനോട് രാജീവ് യോജിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സഹോദരി ആയിപ്പോയില്ലെന്ന് ഗംഗാധരൻ പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ആദ്യം അലീനയെ ബാലചന്ദ്രൻ്റെ സമ്മതത്തോടു കൂടി അവിടെ നിന്ന് മാറ്റുക, അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അല്ലാതെ വൈജയന്തി അലീനയായിട്ട് ഒത്തുപോകുന്നൊരു പരിപാടി ഇല്ല, നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും അവളുടെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കെട്ടിച്ച് വിടാൻ പറ്റത്തില്ല. പിന്നെ ജോലിയുടെ കാര്യമായാലും അതൊക്കെ വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പോൾ രാജീവ് പറയുകയാണ്, എന്തായാലും നമ്മളെ ജോലിയൊക്കെ ഒരു വിധത്തിലായിരിക്കുകയാണ്, എന്തായാലും ലീവ് കഴിയാറേ നമുക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. അപ്പോൾ ഗംഗേട്ടൻ ഇവിടെ നിൽക്കണം, എന്തായാലും ഗംഗേട്ടൻ ഉടനെ പോകണ്ടല്ലോ, നിന്ന കാര്യങ്ങളൊക്കെ ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് വേണം വരാനെന്നൊക്കെ പറയുകയാണ്. ഇനി ജോബിൻ്റെ കാര്യം ലീവൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തിരിച്ചു പോകണമെന്നൊക്കെ രാജീവും ശിവനും ഒക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ കമല അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ ബബിതയുടെ രോഹിത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കണം. അവരെവിടെ ഇനി നിർത്തണോ അതോ ബാലചന്ദ്രൻ്റെ അടുത്ത് തന്നെ കൊണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കണം. അതെന്താ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, അവർ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, എനിക്ക് എല്ലാവർക്കും കൂടി വേവിച്ച് കൊടുക്കാനൊന്നും പറ്റത്തില്ല, ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്നൊക്കെ പറയുകയാണ്. അതിന് നീയല്ലല്ലോ ഇവിടെ ചിലവ് നടത്തുന്നത്, ഞാനല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ ആരൊക്കെ നിൽക്കണം നിൽക്കേണ്ട എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളൂ. മാത്രമല്ല അവർ ഇവിടെ കുറച്ച് ദിവസം നിന്ന്, അതായത് ഒരു 10-16 ദിവസം നിന്ന് നല്ല ഗുണപാഠങ്ങളൊക്കെ എനിക്ക് പഠിപ്പിക്കാനുണ്ടെന്നൊക്കെ ശിവേട്ടൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കമലയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ കമല പറയുകയാണ്, എനിക്ക് ഇനി എല്ലാവർക്കും കൊണ്ട് വെച്ചുണ്ടാക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നീ വെച്ചുണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് വെക്കുമോ, നീ ഇവിടെ തന്നെ വേണമെന്ന് ആർക്കും ഒരു നിർബന്ധമില്ലെന്ന് പറയുന്നു. പിന്നെ ഒരു ഫോൺ കോൾ മതി 4 നേരത്തുള്ള ഫുഡ് ഇവിടെ എത്താനായിട്ട്, നിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് പറയണം. അങ്ങനെ കമല ദേഷ്യം വന്ന് പോവുകയാണ്. ഇപ്പോൾ രാജീവ് ഗംഗേട്ടനും പറയുകയാണ്, ഇപ്പോൾ ശിവ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അവർ പറയുകയാണ്. അത് കഴിഞ്ഞ് പിള്ളേർ 4 പേരും കൂടി ചില ചർച്ചകളൊക്കെ ചെയ്യുകയാണ്. അതായത് നമ്മുടെ രോഹിത്തും ഹരിശങ്കറും ബബിതയും രഞ്ജു എല്ലാവരും കൂടി ചേർന്ന് ചർച്ചകൾ ചെയ്യുകയാണ്. അപ്പോൾ ഹരിശങ്കർ പറയണം, ഇപ്പോൾ കൊച്ചിച്ചനും അച്ഛനൊക്കെ പറയുന്നത് കേട്ടില്ലേ, അലീനയെ നമ്മൾ ചേച്ചിയുടെ സ്ഥാനത്ത് കാണണമെന്ന്. ഏതർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് അവളെ ഒരിക്കലും അങ്ങനെ കാണാനായിട്ട് കഴിയില്ല. നമ്മളെ വൈജയാൻ്റിക്ക് ഈ അവസ്ഥ വരാനായിട്ട് അവളാണ് കാരണം, ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് രോഹിത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്കറിയണം. അപ്പോൾ രഞ്ജു ചോദിക്കുകയാണ്, അത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, ആരെങ്കിലും നമ്മളോട് പറയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബബിതയും പറയുകയാണ്, എനിക്ക് ഒരിക്കലും അവളെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണാനായിട്ട് പറ്റില്ല, ആ വീട്ടിൽ അവളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങോട്ടത്തേക്ക് പോയില്ലെന്നും ബബിത പറയുകയാണ്. എന്തൊരു കഷ്ടമാണ് നമ്മുടെ ജീവിതം, ഒരു വീട്ടുവേലക്കാരിയായിട്ട് വന്നവളെ കൊണ്ട് ഇത്രയൊക്കെ നമ്മൾ ദുഃഖിക്കേണ്ടി വരണമല്ലോ, എൻ്റെ അമ്മയ്ക്ക് ഈ അവസ്ഥയായല്ലോ, എല്ലാത്തിനും കാരണം അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ബബിത കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ രഞ്ജു പറയുകയാണ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾ എന്തായാലും ഇവിടെ ഇരുന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ പാട്ടിന് പോകണമെന്ന് പറഞ്ഞ് രഞ്ജു ബബിതയും കൊണ്ട് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഹരിശങ്കറും രോഹിത്തും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഐഡിയ ഇല്ലല്ലോ എന്നുള്ള രീതി ഇരിക്കുകയാണ്. എല്ലാവരും അവളുടെ പ്രീതി പിടിച്ച് പറ്റുകയാണല്ലോ, എന്തായാലും നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ രോഹിത് ചോദിക്കുകയാണ്, നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, നമുക്ക് ആരുടെ സപ്പോർട്ടാണുള്ളത്, ഇപ്പോൾ തന്നെ അങ്കിൾമാരുടെ സപ്പോർട്ട് നമുക്കുണ്ട്, എല്ലാവരും കളം മാറിയില്ല, എല്ലാവരും അവളുടെ സൈഡ് ചേർന്നില്ല, ഇനി നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല, അവൾ പറയുന്ന അനുസരിക്കാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ രോഹിത് പറയുകയാണ്. അപ്പോൾ ഹരിശങ്കർ ചോദിക്കുക, നീ അവർ പറയുന്ന അനുസരിച്ച് അവിടെ ചെന്ന് നിൽക്കാനായിട്ട് പോവുകയാണ്, നിനക്ക് നാണമില്ലല്ലോ എന്നൊക്കെ പറയണം. എന്തായാലും ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല, വരട്ടെ നമുക്ക് നോക്കാം, ഒന്നും കൂടി അവരോടൊക്കെ സംസാരിച്ച് നോക്കാമെന്ന് രോഹിത് പറയുകയാണ്.
അത് കഴിഞ്ഞ് നമ്മുടെ ടോണിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ കഥാപാത്രമാണ്, അതായത് നമ്മുടെ ഷെറിൻ്റെ ഹസ്ബൻഡാണ് ടോണി. അപ്പോൾ ഷെറിനെ പിണക്കായിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ടോണി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കൂടെ ടോണിയുടെ അപ്പച്ചനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ടോണി യാത്രയെല്ലാം കഴിഞ്ഞ് അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാറിലൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം റെസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ മാമച്ചൻ അങ്കിള് രേവതി കുട്ടിയും കൂടി ടോണിയെ കാണാനായിട്ട് ആ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അപ്പച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരാണെന്നൊക്കെ ചോദിച്ചാൽ അവർ വീട്ടിനകത്തോട്ട് കയറ്റുകയാണ്. അപ്പോൾ ഞങ്ങൾ ടോണിയെ കാണാൻ വന്നതാണെന്ന് മാമച്ചൻ പറയുകയാണ്. അപ്പോൾ ടോണി ഉറക്കത്തിലാണ്, കുറച്ച് ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ, നിങ്ങൾ ഇരിക്കി വിളിക്കുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ടോണിയെ വിളിച്ചുണർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ആരാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കണം. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, ഞങ്ങളങ്ങ് പാലാരി വട്ടത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അത് കുറച്ച് പേഴ്സണലായിട്ട് പറയാനുള്ളതാണ്. അപ്പോൾ ടോണി പറയുകയാണ്, അത് കുഴപ്പമില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്, അവർ കേട്ടെന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ മുമ്പിലൊക്കെ വെച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ ടോണി ഒന്ന് ഒറ്റയ്ക്ക് വന്ന് തന്നെ സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ടോണി ഒന്ന് പകച്ചു നിൽക്കുകയാണ്, എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്